അയ്യോ, അതിക്കൊക്കെ അപ്പുറം പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നല്ലോ ആവേശം. വളരെ വലിയ അധികം ആളായി. ഇപ്പൊ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥ ഇവിടെ ഒരു MLA ആയിട്ട് വരണം. പട്ടിയൂർക്കാവ് താമര വിരിയിക്കും. പ്രശാന്ത് മംഗല്, മുരളീധരാണെങ്കിൽ ബലൂൺ വരെ പൊട്ടിപ്പോയി. ഉറപ്പായും വിജയം ഉണ്ടാവും. ഒരു മാറ്റം നല്ലതാണ്. ഇനി 9 ദിവസം ഇവിടെ നടക്കാൻ പോകില്ല. ഞങ്ങൾ തന്നെയാണ് ഇതിന് മുമ്പ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് മതിയായി ഒരു മാറ്റം ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ആവേശമാണല്ലോ, കണ്ടില്ലേ? കംപ്ലീറ്റ് ആവേശമാണ്. ഇപ്പൊ കൊട്ടിക്കലാശം അങ്ങനെ പ്രചരണമൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്? അയ്യോ, അതിക്കൊക്കെ അപ്പുറം പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നല്ലോ ആവേശം. വളരെ വലിയ അധികം ആളായി. സാഗരം പോലെ വളരെ വളരെ നല്ലതാണ്. ഭയങ്കര ആവേശം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ പ്രതീക്ഷിച്ചതല്ല ഇന്ന് കണ്ടല്ലോ എന്തുമാത്രം ജനപ്രവാഹമായിരുന്നു. ഇത്രയും ഞാനും പ്രതീക്ഷിച്ചില്ല. ഇന്നത്തോടെ എനിക്ക് സന്തോഷമായി. പട്ടിയൂർക്കാവ് താമര വിരിയിക്കും. ഉറപ്പ്. അപ്പൊ ഇനി ഒരു ദിവസം കൂടിയുള്ള പോളിംഗ് ബൂത്തിലേക്ക് മറ്റേ പ്രതീക്ഷയിലാണ്. താമര കറക്റ്റാ വിരിഞ്ഞിരിക്കും. നമ്മള് ബൂത്ത് വർക്കിന് പോകുന്നിടത്തൊക്കെ നല്ല റെസ്പോൺസാ. ഇതുവരെ രണ്ടുപേരും പരിച്ചു മുടിച്ചു എന്നാ പറയുന്നത്. അവര് തന്നെ ഇങ്ങോട്ട് പറയുക. അത് മനുഷ്യ സഹജമല്ലേ. രണ്ടുപേരും ഇതുവരെ മാറിയും തിരിഞ്ഞും ഭരിച്ചില്ലേ. മൂന്നാമതൊരാളിന് അവസരം കൊടുക്കാൻ ചാൻസ് വേണ്ടേ. അപ്പൊ അവര് തരാൻ തയ്യാറാണ്. തരും, ഉറപ്പായിട്ടും തരും. ഉറപ്പാ. തീർച്ചയായും ആ ജനങ്ങളുടെ പ്രതീക്ഷയാണത്. ജനങ്ങൾ ഒത്തിരി വർഷം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു തിരുത്താണത്. ഇതിൽ നിന്ന് കണ്ടല്ലോ, 3 പേരും നോക്കിയപ്പോ പ്രശാന്ത് മംഗല്, മുരളീധരാണെങ്കിൽ ബലൂൺ വരെ പൊട്ടിപ്പോയി. അപ്പോഴേ തന്നെ 3-ാം സ്ഥാനത്ത് ഊഹിച്ചാൽ ദൈവം തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 3-ാം സ്ഥാനത്ത് താത്തതുണ്ട്, ബലൂൺ താത്തണ്ടോ? തീർച്ചയായും പ്രകൃതി ഒന്നാണ്. പ്രകൃതി എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മളെക്കാട്ടും മനുഷ്യനെക്കാട്ടും പ്രകൃതിയാണ് കണ്ടോണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. അതനുസരിച്ചുള്ള നിശ്ചയം തീർച്ചയായും നമ്മുടെ 9-ാം തീയതി വോട്ടെടുപ്പിലുണ്ടാവും. ഉറപ്പായും വലിയ പ്രതീക്ഷയാണ് നമുക്ക്. ഉറപ്പായും വിജയം ഉണ്ടാവും. ഒരു മാറ്റം നല്ലതാണ്. തീർച്ചയായും ഉണ്ടാവും. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. അടിപൊളിയല്ലേ. ഓരോ പ്രാവശ്യം ആവേശം കൂടുതൽ ആയിക്കൊണ്ടിരിക്കുമല്ലേ. അണികളല്ല, ഞങ്ങളെന്ന പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാരാണ്. ഞങ്ങളെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും നടക്കുമെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇവിടെ നമ്മൾ ഈ ഇനി ഒരു ദിവസമല്ല, 9 ദിവസം ഉണ്ടെങ്കിലും ഇത് തന്നെയാണ് പ്രതീക്ഷ. ഇനി 9 ദിവസം തന്നെ ഇവിടെ നടക്കാൻ പോകില്ല. ഞങ്ങൾ തന്നെയാണ് ഇതിന് മുമ്പ് നിൽക്കുന്നത്. ഈ കൊട്ടിക്കലാശം കണ്ടല്ലേ, ഉറപ്പ് തന്നെയാണ്. കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നില്ലേ. ജനങ്ങൾക്ക് മതിയായി ഒരു മാറ്റം ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇനി എന്തായാലും മാറ്റം പ്രതീക്ഷിക്കാം. ഞങ്ങള് കേരളത്തില് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ 7 എണ്ണം ഞങ്ങൾ 7 എണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഉൾപ്പെടെ 3. ആവേശമാണല്ലോ, കണ്ടില്ലേ? കംപ്ലീറ്റ് ആവേശമാണ്. നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷനെക്കാട്ടും വലിയ ആവേശമായിരുന്നു. അതുകൊണ്ടാണ് ഈ ആവേശം ഇത്രയും വന്നത്. കോർപ്പറേഷൻ പിടിച്ചതിന്റെ ഒരു ആവേശമായിരുന്നു. തീർച്ചയായും BJP ആത്മവിശ്വാസം അതിനെക്കാട്ടും കൂടി ഇരിക്കുകയാണ് നമ്മുടെ പാർലമെന്റ്. 100% വിജയിക്കും. 100% ഉറപ്പായിട്ട് വിജയിച്ചിരിക്കുന്ന വേറെ മാറ്റമില്ല. ബോർഡ് വെച്ച് മറ്റൊരുക്കാവ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എനിക്ക് പറയാന്ന് വെച്ചാൽ ശ്രീരേഖ മാം ജയിക്കും. സത്യം പറഞ്ഞാൽ മാമിനെ പോലെ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥ ഇവിടെ ഒരു MLA ആയിട്ട് വരണം. അല്ലാതെ കഴിഞ്ഞ ഇത്രയും വർഷം ഒരു എന്താ ഇവര് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എല്ലായിടത്തും കാണും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. ഇവിടെ MLA ഒന്നും ചെയ്യത്തില്ല. ഇവിടെ എന്തായാലും മാം തന്നെ ജയിക്കും. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. BJP ഇവിടെ ഭരണത്തിൽ വന്നാൽ മാറും. നമ്മൾ തിരുവനന്തപുരത്ത് ഭരണത്തിൽ വന്ന് നമ്മൾ മാറ്റും എന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റി. മോദി വന്ന് പ്ലാൻ ഇട്ട് എല്ലാം സെറ്റാക്കി നമ്മളെ ജയിക്കും. നിലവിലുള്ള MLA എന്താ ചെയ്യുന്നത്? MLA ഞാൻ കുറ്റാൻ പറയാനുള്ള ഒരു MLA വരുമ്പം ഈ ഇലക്ഷനിൽ ഒരു MLA വരുമ്പം പാർട്ടി അപേക്ഷിച്ച് നോക്കുന്നു. ഒരു പാർട്ടി ജയിക്കില്ല. ആ പാർട്ടി എന്താ ചെയ്യുന്ന, പാർട്ടി എന്തെല്ലാം ചെയ്തു. അയ്യപ്പന്റെ നമ്മളെല്ലാം ദൈവവൈദ്യ വരിക്കുന്ന വർഷത്തിലൊരിക്കൽ പോണ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചില്ലേ, എന്തെല്ലാം ഇതുപോലെ ചെയ്തു. ഇനി ആ പാർട്ടി ഇനി വീണ്ടും വരണമെന്നാണോ ജനങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാം. പക്ഷെ നമ്മള്
എല്ലാവരും BJPക്ക് വോട്ട് കൊടുക്കണം. BJP ഒരു ചുരുങ്ങി ഒരു 10 സ്ഥലത്തെങ്കിലും വന്നാല് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. എത്ര വയസ്സുണ്ട്? എനിക്ക് 17 വയസ്സേ ഉള്ളൂ ചേച്ചി. എനിക്ക് പറയാനുള്ള ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ടോ? പിന്നെ നല്ല സങ്കടമുണ്ട്. എന്നാലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല വൃത്തി വർക്ക് ചെയ്യുന്നുണ്ട് മാമിന് വേണ്ടി. എന്റെ വാർഡിൽ നല്ല വൃത്തി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. യൂത്തിന്റെ അഭിപ്രായമാണ് ഈ കേട്ടത്. യൂത്ത് അതുപോലെ എല്ലാ മേഖലയിലും എല്ലാ ആളുകളും വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തവണ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും വട്ടിയൂർക്കാവിലെ കൊട്ടിക്കലാശം അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. Sri Lanka